കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ വെള്ളിയാഴ്ച കണ്ണൂർ നഗരത്തിൽ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും ജനങ്ങളെ സമീപിച്ചും വോട്ട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ സ്റ്റേഡിയം ഷോപ്പിംഗ് കോംപ്ലക്സിലും കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലും സ്ഥാനാർത്ഥിയെത്തി. സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരം കാണാനെത്തിയ ജനങ്ങളുമായി സൗഹൃദം പങ്കിട്ട സ്ഥാനാർത്ഥി അവരോട് വോട്ട് അഭ്യർത്ഥിച്ചു. കുറച്ചു സമയം ഫുട്ബോൾ മത്സരം കാണാനും അദ്ദേഹം സമയം വിനിയോഗിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി പ്രവർത്തിച്ച ടി.ഒ. മോഹനൻ ജനങ്ങൾക്ക് സുപരിചിതനാണ്. കണ്ണൂർ നഗരവുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. മേയർ എന്ന നിലയിൽ താൻ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അത് വോട്ടായി മാറുമെന്നും ടി.ഒ. മോഹനൻ പ്രതീക്ഷിക്കുന്നു. കണ്ണൂർ സ്റ്റേഡിയം പരിസരത്ത് ചെരുപ്പ് തുന്നൽ തൊഴിലാളികൾക്ക് ഷെൽട്ടർ പണിതത് മേയറായിരുന്ന കാലത്തായിരുന്നു. അതിനാൽ തെരഞ്ഞെടുപ്പിൽ ജാമ്യസംഖ്യ നൽകിയത് ചെരുപ്പ് തുന്നൽ തൊഴിലാളികളായിരുന്നു. ഇത് പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ജനം വിധിയെഴുതുന്ന തിരഞ്ഞെടുപ്പാകുമെന്ന് ടി.ഒ. മോഹനൻ പറഞ്ഞു. ദുരിതപൂർണമാക്കിയ ഒരു ഭരണമാണ്. വിദ്യാഭ്യാസ മേഖല തകർന്നു, ആരോഗ്യ മേഖല തകർന്നു, ക്രമസമാധാന നില തകർന്നു, ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുന്നില്ല, ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷനില്ല, അംഗനവാടി ടീച്ചർമാരുടെ പ്രശ്നങ്ങൾ, ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ, അതിലൊക്കെ അപ്പുറം സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിശ്വാസികൾക്കുള്ള പ്രശ്നങ്ങൾ എന്നു വേണ്ട കേരളത്തിലില്ലാത്ത പ്രശ്നങ്ങളില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ എത്രമാത്രം പിറകോട്ട് പോയി. എല്ലാം സ്വന്തക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, യഥാർത്ഥ ഇടതുപക്ഷക്കാർ അവരൊക്കെ തന്നെയും ഈ ഭരണമൊന്നും മാറണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. മഹാകവി സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ തുടർ ഭരണം ഉണ്ടാവാൻ പാടില്ല. ആ തുടർ ഭരണത്തിൻ്റെ ദോഷഫലം പാർട്ടി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി വേണമോ ഭരണം വേണമോ എന്നുള്ള ചോദ്യമാണ്. അവിടെ പാർട്ടി വേണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ ഈ ഭരണത്തിനെതിരായി, പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരായി, ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് വിധി എഴുതും എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ആളുകളെ സമീപിച്ചപ്പോൾ ബോധ്യമായ വസ്തുത. വരും ദിവസങ്ങളിൽ പ്രചരണത്തിൻ്റെ ചൂട് കുറച്ചും കൂടി കൂടും. എങ്കിലും അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും. തർക്കം വേണ്ട, റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കും. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.